മലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 153 എപ്പിസോഡിലേക്ക് ദൈവകൃപയാൽ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരുവാൻ വലിയവന് ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ, ആഴ്ചകളിൽ ദൈവത്തിന്റെ വലിയ കൃപ നിരവധിയായ ജീവിത അനുഭവങ്ങളിലൂടെ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ തന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിരുന്നുകൊണ്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നാം എല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഗുജറാത്ത് ദമനിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് എ.സി. ഷാജി അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഒക്കെ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്കിങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുവാൻ ഒരവസരം കൂടി അവിടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ മീറ്റിങ്ങിനെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സാക്ഷിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ ദാസനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ ദാസനെ അവിടുന്ന് അവിടുത്തെ കരങ്ങളിൽ എടുത്തുപയോഗിക്കണം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന തന്റെ അനുഭവങ്ങൾ കേൾക്കുവാൻ, കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹ കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാട്ട് പാടുന്ന പ്രിയാച്ചാനായിട്ടും സ്തോത്രം. നിന്റെ ദാസനെയും അവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. കർത്താവെ, നിന്നെ പാടി സ്തുതിക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം എന്നോടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവികമായിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും അവിടുത്തെ ആത്മാവിന്റെ കർത്താവെ നിറവും എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് നൽകുകയും ആദിയോടന്തം അവിടുത്തെ നാമത്തെ കർത്താവെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്റർനെറ്റ് അതുപോലെ മറ്റ് ക്രമീകരണങ്ങൾ ഒന്നിനും ഒരു തടസ്സം കൂടാതെ എല്ലാം അനുഗ്രഹമായി ഭംഗിയായി പ്രവർത്തിപ്പാൻ, അതെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ ഈ പാടി സ്തുതിക്കാം എന്ന പ്രോഗ്രാമിലൂടെ അനേക ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, ഇതിന്റെ മുഖാന്തരമായിട്ട് അനേകർ കർത്താവിനെ അറിയാത്ത അനേകർ അങ്ങയെ അറിയുവാനും രക്ഷാനിർണയം പ്രാപിപ്പാനും കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും ഒക്കെ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലെ എല്ലാ കാര്യങ്ങളെയും ഒരിക്കൽ കൂടി ഭരമേൽപ്പിച്ച് സകല മഹത്വത്തോടത്തേക്ക് അർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കണം പിതാവേ. ആമേൻ. താങ്ക് യു ഷാജി ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നും കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ബീഹാറിൽ പത്നിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് O.M. മാത്യു അവറുകൾ ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ കർത്താവിന്റെ ദാസന്റെ മെസ്സേജ് അത് വിവർത്തനം ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. ആ നിലയിൽ പരിചയപ്പെടുവാനും അദ്ദേഹത്തെ കുറിച്ച് അറിയുവാനും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുവാനും ഇടയായി തീർന്നു. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി നമ്മോട് ചേർന്ന തന്റെ ജീവിത അനുഭവങ്ങളെ അറിയിപ്പാൻ കർത്താവിന്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ പ്രിയ ഗായകനായ കർത്താവിന്റെ പ്രിയ സഹോദരൻ ജെയിംസ് കുറുന്തറ അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ പിന്നണിയിൽ പ്രിയ ബെന്നിച്ചാനുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
കാൽവറിനാഥം മ്യൂസിക് മിനിസ്ട്രിയുടെ ഈ പാടി സ്തുതിക്കാം എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ ചില ആഴ്ചകൾക്ക് ശേഷം അടിയനും ഇപ്രകാരമായിരിക്കാനായിട്ട് കർത്താവ് നൽകി തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ദൈവദാസനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഷെയർ ചെയ്തൊരു കാര്യം, ഈ മിനിസ്ട്രിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ സന്തോഷ് കൊട്ടാരക്കര, അതിലുപരിയായിട്ട് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ റോയ് ചായൻ, അവർ വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെയും പോയി ചെയ്യുന്ന വേലകൾ, പ്രവർത്തനങ്ങൾ, അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായിട്ട് ഞാൻ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആരും അറിയാതെ ആരും കാണാതെ പല സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് അവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ പ്രവർത്തന രീതികളൊക്കെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഇപ്രകാരമുള്ള ഈ ഒരു സൂം പ്ലാറ്റ്ഫോം, കാൽവറിനാഥം മിനിസ്ട്രിയുടെ ഈ സൂം പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകരെ അങ്ങനെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട്, അവരുടെ വേലകളെ ഓർക്കുവാനായിട്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നമുക്ക് നൽകിത്തരുന്ന ആ വലിയ കൃപയ്ക്ക് വഴിയൊരുക്കുന്ന ഈ സഹോദരന്മാർ, കൂട്ടു സഹോദരന്മാർ, ഈ ജ്യേഷ്ഠ സഹോദരന്മാർ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനും അവർക്കതിനായിട്ടുള്ള എന്നെ ഇങ്ങനെ ഇപ്രകാരം ക്ഷണിച്ചതിന് അവരോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കർത്താവ് നമുക്ക് നല്ലൊരു ദിവസത്തെ നൽകി തന്നു. ഒരു നല്ലൊരു പ്രഭാതം കണ്ടുണർന്ന് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിപ്പാനായിട്ട് നമ്മളെ സഹായിച്ചു. നമ്മുടെ സന്ധ്യാസമയം കഴിഞ്ഞു. കർത്താവ് എത്രത്തോളം അതിശയകരമായിട്ടാണ്, അത്ഭുതകരമായിട്ടാണ് നമ്മളെ കാത്തു സൂക്ഷിച്ചത്. നാം ഇന്ന് വടക്കേ ഇന്ത്യയുടെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസന്റെ പ്രവർത്തന രീതി, സാക്ഷ്യം, അതൊക്കെയും കേൾക്കുവാനായിട്ട് പോവുകയാണ്. അവർ ആ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അവരുടെക്ക് ആരും സഹായമില്ലാതെ അവരുടെ നിരാശയേറുന്ന ആ നീറുന്ന വേളകളിൽ അവരെ കൈത്താങ്ങുന്ന ഒരു കർത്താവ് അവർക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശയാണ്, ആ ഒരു വിശ്വാസമാണ്, ആ ഒരു ബലമാണ് അവരെ നിലനിർത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അല്ലലുകൾ, അതുപോലെ തന്നെ തകർച്ചയുടെ വേളകൾ, ഹൃദയഭാരങ്ങളൊക്കെയും വരുമ്പോൾ അന്ത്യം വരെയും കർത്താവേ, എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും, അതാണ് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വലിയൊരു ദാസൻ ചാൾസ് ജോൺ അച്ചാൻ ഇപ്രകാരം എഴുതി, അല്ലലിൻ വഴിയിൽ ആഴിയിൻ അലയിൽ അലയാതെ ഹൃദയം തകരാതെ ഞാൻ, അന്ത്യം വരെയും കർത്താവെ നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ആ കൃപയിലാണ് നമുക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കേണ്ടത്. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ യേശുനാഥനെ, എന്നാശ നീയെ, എന്നാളും മന്നിൽ നീ മതി. നീ അല്ലാതെ എനിക്ക് ആരും വേണ്ട കർത്താവേ. നീ അല്ലാതെ ഒരു ആശ്രയം എനിക്ക് ജീവിതത്തിൽ വേണ്ട. മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല. ഞാൻ ആ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവേ കൃപ നൽകണമേ. യേശുനാഥനെ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനെ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ
പാരം നിരാശയിൽ നീറും നേരം കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. എന്നേശുനാഥനെ എന്നാശ നീയേ എന്നാളും മഞ്ഞിൽ നീ മതിയേ. എന്നാളും മഞ്ഞിൽ നീ മതിയേ. വഴിയിൽ ആഴിയിന്നലയിൽ അലയാതെ ഹൃദയം തകരാതെ ഞാൻ. അല്ലലിൻ വഴിയിൽ ആഴിയിന്നലയിൽ അലയാതെ ഹൃദയം തകരാതെ ഞാൻ. അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ നൽകണമേ. അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ നൽകണമേ. എന്നേശുനാഥനെ എന്നാശ നീയേ എന്നാളും മഞ്ഞിൽ നീ മതിയേ. എന്നാളും മഞ്ഞിൽ നീ മതിയേ. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും. മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം മറ്റാരുമില്ല പ്രാണപ്രിയ. മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം മറ്റാരുമില്ല പ്രാണപ്രിയ. എന്നേശുനാഥനെ എന്നാശ നീയേ എന്നാളും മഞ്ഞിൽ നീ മതിയേ. എന്നാളും മഞ്ഞിൽ നീ മതിയേ. ഒരു ദൈവഭക്തന് പ്രത്യാശിക്കുവാനായിട്ടുള്ളത് തൻ്റെ മുമ്പിൽ താൻ കാണുന്നത്, കർത്താവേ, ഞാൻ മറ്റൊന്നും കണ്ടിട്ടല്ല ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നത്, മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ അങ്ങയുടെ കാൽപാദത്തെ ഞാൻ പിൻപറ്റുന്നത്. എനിക്കാകെ അറിയാവുന്നത് സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം എന്നെ നടത്തുന്ന എൻ്റെ സർവശക്തനായ കർത്താവ് എനിക്കുണ്ട്. ആ ഒരു വിശ്വാസക്കണ്ണാൽ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ യാത്ര ചെയ്യുന്നു. എനിക്ക് ആനന്ദിക്കുവാൻ എനിക്ക് മറ്റൊന്നുമില്ല, എൻ്റെ യേശുവിനോട് കൂടെയുള്ള വാസമാണ്. നാം കേട്ട് പരിചയിച്ച ഒരു പഴയ ഗാനമാണ്, എന്താനന്ദം എനിക്കെന്താനന്ദം എൻ്റെ യേശുവിൻ്റെ കൂടെയുള്ള വാസം. എന്താ
എനിക്കെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവടിലത്രേ. തന്നിടുന്നേ സ്വർഗഭണ്ഡാരത്തിൽ നിന്ന് ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാൽ ചാരും ഞാൻ യേശുവിൻ്റെ മാർവിൽ. എത്തും സഹായമത്യത്ഭുതം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പൊതുജീവിതം. ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിന് വ്യർത്ഥരായിത്തീരുന്നതെന്തിന്? കർത്തനമേശുവോടൊത്തു നടക്കുക നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ് രണ്ട് ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്കിടയായി തീർന്നത്. വ്യത്യസ്തങ്ങളായ രണ്ട് ഗാനങ്ങൾ, വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ, വളരെ അനുഗ്രഹീതമായ ആലാപനം. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനവധിയായ ദൈവം ബലം നൽകി കർത്താവിന് വേണ്ടി പാടുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യം കേൾക്കുവാനുള്ള ഒരു സമയമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് OM മാത്യു ബീഹാറിൽ പട്നയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഈ സമയം തന്റെ ജീവിത സാക്ഷ്യം അറിയിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ
ഈ വിധത്തിൽ നിങ്ങൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കുവാൻ വലിയവനായ ദൈവം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില പരിചിതമായ മുഖങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, ചില പരിചിതമായ മുഖങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിന്റെ കാര്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പേര് OM മാത്യു എന്നുള്ളതാണ്. എൻ്റെ മാതാപിതാക്കളായിട്ട് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് കണ്ണൂരിൽ കുടിയേറി പാർത്തു. അങ്ങനെ കണ്ണൂരിൽ കൊട്ടിയൂർ എന്ന് പറഞ്ഞ വയനാടിനോട് ചേർന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. പല വിഭാഗങ്ങളിൽപ്പെട്ട പലരും അവിടെ ഒന്ന് വന്നു. എന്നാൽ ആദ്യമായിട്ടുണ്ടായത് ഒരു കത്തോലിക്ക പള്ളിയാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ പിതാവ് ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളായിരുന്നു, കൈക്കാരനായിരുന്നു. എൻ്റെ മൂത്ത സിസ്റ്റർ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. അങ്ങനെ ആ ഒരു പരിചയമാണ് എനിക്ക് ഉള്ളത്. ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. അവിടെയാണ് +2 വരെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ മാതാപിതാക്കള് കൃഷിക്കാരായിരുന്നു. ആ വിധത്തിലുള്ള കൃഷിയും മറ്റു കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 8 മക്കളാണ്. അതിൽ മൂന്നാമത്തെ ആളാണ് ഞാൻ. 5 സഹോദരന്മാരും 3 സഹോദരിമാരും. എല്ലാവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ എൻ്റെ മാതാപിതാക്കള് ഈ ലോകം വിട്ട് കടന്നുപോയി. എൻ്റെ ഒരു വല്യമ്മച്ചിയുടെ ആങ്ങള ഒരു കത്തോലിക്ക സഭയിൽ കപ്പൂച്ചിൻ സഭ എന്ന് പറഞ്ഞ ഒരു സഭയുണ്ടല്ലോ, ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിലെ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം കൊച്ചുമക്കൾ ആരെങ്കിലും സെമിനാരിയിൽ ചേരണമെന്ന ഒരു ചിന്ത അദ്ദേഹം മുന്നിൽ വെച്ചു. അങ്ങനെ ഞാൻ ചില വർഷങ്ങൾ കത്തോലിക്ക സെമിനാരിയിൽ, കൊല്ലത്ത് ഉള്ള കത്തോലിക്ക സെമിനാരിയിൽ പഠിക്കുവാനായിട്ടിടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ +2 വീണ്ടും ഞാൻ പഠിച്ചത് ഫാത്തിമ കോളേജിലാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് കടന്നു വന്നു. 1989 ഒരു വൈകുന്നേര സമയത്ത് എൻ്റെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനെ കാണുവാനിടയായി. താന് യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ച് നടക്കുന്നെന്ന് മറ്റുള്ളവരൊക്കെ പറയുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ ഒരാളെ കണ്ടത്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ന് മരിച്ചാൽ എവിടെ പോകും? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ശേഷം പലപ്പോഴായിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുവാനായിട്ടിടയായി. നിരന്തരം 3 മാസത്തെ അദ്ദേഹവുമായുള്ള സംസർഗവും പഠനത്തിനു ശേഷം 1989 മാർച്ച് മാസം 10-ാം തീയതി അദ്ദേഹമൊന്നുമില്ല, രാത്രിയിൽ എൻ്റെ റൂമിൽ ഒരു 10 മണി സമയത്ത് ഞാൻ മുട്ടിന്മേൽ നിന്ന് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി പറയുന്ന പുസ്തകമാണ്, അത് നിരന്തരം വായിക്കുക. അതുപോലെ നീതീകരണത്തെ പറ്റി പഠിപ്പിക്കുന്ന പുസ്തകമാണ് റോമാലേഖനം, അത് വായിക്കുക. ഞാൻ ഈ 2 പുസ്തകങ്ങളും നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് വായിച്ചു. ഞാൻ ആ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഒരു 9 മണി മുതൽ 12 മണി ഏകദേശം ഞാൻ അന്ന് ഇത്രത്തോളം എൻ്റെ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ, എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാൽ ഞാനൊരു പാപിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് ഞാൻ നിത്യ നരകത്തിന് അവകാശിയാണെന്ന് എനിക്കറിയാം. എന്നാൽ നീ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവെ, ഞാൻ എന്നെ അങ്ങേ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇത്രത്തോളം ഒക്കെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ സംസാരിക്കാറുണ്ടായിരുന്ന സഹോദരൻ, തൻ്റെ പേര് കുട്ടിച്ചൻ എന്നാണ്, പ്രിയപ്പെട്ട നിന്ന് ആ സഭയുടെ കണിച്ചാർ അസംബ്ലിയുടെ എൽഡറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവാണ് ഇന്നലെ ഇടപെട്ടത്, ചില വാക്യങ്ങൾ കൂടി എന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ ഒരു ഉറപ്പ് പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. പിറ്റേ ആഴ്ചയിൽ എന്നെ 16 കിലോമീറ്റർ ദൂരമുള്ള ബ്രദറിൻ അസംബ്ലിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് അങ്ങനെ ദൈവമക്കളുടെ ഒരു കൂടിവരവിലേക്ക് ഞാൻ പോകുന്നത്. അന്ന് ഞാൻ ആ സെമിനാരിയിൽ നിന്ന് വന്നതിന് ശേഷം കത്തോലിക്ക പള്ളിയില് സൺഡേ സ്കൂളിന്റെ 10-ാം ക്ലാസ് ടീച്ചറായിരുന്നു. 60 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ തീരുമാനിച്ച് ഇനി കത്തോലിക്ക പള്ളിയിലേക്ക് പോകത്തില്ല. പ്രതിസന്ധികൾ വളരെ ഉണ്ടായി.
അച്ഛൻ അവിടെ ഭവനത്തിൽ വന്ന് ബഹളമുണ്ടാക്കി, വീട്ടുകാരെ വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ്. ആ വിധത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭവനത്തില് ഏകദേശം 250-ലധികം പേര് 2 പഞ്ചായത്തിലായിട്ടുണ്ട്. അവരെല്ലാം കത്തോലിക്കരാണ്. അതിലിപ്പോൾ 13 കന്യാസ്ത്രീകളും 6 അച്ഛന്മാരും ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന മണിമലക്കാരനായ ഒരു ബിഷപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹീതമായ കുടുംബത്തിൽ നിന്ന് ഞാൻ പോയി എന്നുള്ളതാണ് അവർക്ക് വളരെ ദുഃഖകരമായി തോന്നിയത്. ഏതായാലും ഞാൻ നിരന്തരം പോയിക്കൊണ്ടിരുന്നു. YMBFന്റെ മലബാർ ഒരു ക്യാമ്പ് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 1989 തന്നെയാണ്. PS അമ്പാൻ എന്ന് പറഞ്ഞ ദൈവദാസനാണെന്ന് വചനം ശുശ്രൂഷിച്ചത്. ഞാൻ എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ പ്രകടിപ്പിച്ചു. ഞാനിങ്ങനെ കടന്നു വന്ന ആളാണ്, എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെപ്പറ്റി അല്പം കാര്യങ്ങൾ അതിന് പറഞ്ഞു തരണം. അദ്ദേഹം വ്യക്തിപരമായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഞാൻ തിരിച്ച സഭയിൽ ചെന്ന് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. വലിയ എതിർപ്പാണ് സഭയിലുള്ളവർ പോലും പറഞ്ഞത്. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് വലിയ എതിർപ്പുണ്ടാകും, കത്തോലിക്കരാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഏതായാലും ഞങ്ങൾ സ്നാനത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു. ആദ്യമായിട്ടൊരു 3 ദിവസത്തെ ഓപ്പൺ എയർ ഞങ്ങളുടെ സ്ഥലത്ത് വെക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിലൊരു ദൈവദാസൻ മണ്ണാർക്കാടുള്ളതാണ്, ഞാൻ പേര് ഓർക്കുന്നില്ല. മറ്റൊരു ദൈവദാസൻ കോട്ടയത്തെ പള്ളത്തുള്ള പള്ളം വർഗീസ് എന്ന് പറഞ്ഞ ദൈവദാസനാണ് വന്നത്. 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് 3-ാം ദിവസം സ്നാനത്തിന്റെ തലേ ദിവസം, സ്നാനത്തിന്റെ തലേ ദിവസം രാത്രി താൻ എൻ്റെ വീട്ടിൽ വന്നു. പള്ളം വർഗീസ് എന്ന് പറഞ്ഞ ദേവദാസൻ പല വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സ്നാനപ്പെടാൻ പോകുന്ന കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു. വലിയ എതിർപ്പുണ്ടായി. അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് തള്ളുകയും തല്ലുകയും ചെയ്ത അത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതങ്ങനെ അവരവിടെ നിന്ന് ഓടിപ്പോയി. എന്നെ രാത്രി 12 മണിയോളം വീട്ടിൽ പിടിച്ചു വെച്ചു. അവർ പറയുന്നത്, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന് നാണംകേടായി തീരും. എൻ്റെ ഇളയ കുഞ്ഞുങ്ങളൊക്കെ, എൻ്റെ ഇളയ സഹോദരന്മാരെന്നെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, ഞങ്ങൾ ഇനി സ്കൂളിൽ പോകത്തില്ല. എൻ്റെ മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, BEd കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. അവൾ പറയുന്നു, ഇനി എനിക്കൊരു വിവാഹം നടക്കത്തില്ല. ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന പാലിച്ചു എന്നൊരു കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദൈവം നിങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾ ഈ കർത്താവിലേക്ക് കടന്നു വരണം. ഞാൻ 12 മണി കഴിഞ്ഞ് നേരെ ഈ സുവിശേഷന്മാർ താമസിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവർ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ. അവരൊരു സജഷൻ പറഞ്ഞു, നമുക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാം, വലിയ പ്രതിസന്ധി ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അങ്ങനെ പേടിച്ചൊരു സ്നാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയൽ സഭകളിലൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ 10 മണിയുടെ സ്നാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ തയ്യാറെടുത്തു. ഒരു 9 മണി ആയപ്പോൾ എൻ്റെ പിതാവ് ഏകദേശം 150 പേരുമായി, അന്ന് യാക്കോബ പള്ളി അച്ഛനും കത്തോലിക്ക അച്ഛനും തമ്മിൽ വലിയ പിണങ്ങിയിരിക്കുന്ന കാലഘട്ടമായിരുന്നു. എന്നാൽ ഈ സംഭവത്തോളം ബന്ധത്തിൽ അവർ ഒരുമിക്കാനായിട്ടിടയായി. അങ്ങനെ വന്ന് ഭയങ്കരമായ ബഹളമുണ്ടാക്കി, നിങ്ങളെ അങ്ങനെ ചെയ്യും, നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്നാൽ ആ സ്ഥലത്ത് സ്നാനപ്പെടുവാനായിട്ട് സാധിച്ചില്ല. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ കുടുംബ സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പ്രയാസമില്ല, പക്ഷെ ഇവിടെ കല്ലേറും പ്രയാസമുണ്ടായാൽ വളരെ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ദയവായി ഞാൻ പറയുന്നത് കേൾക്കുക, മറ്റൊരു സമയത്തേക്ക് മാറ്റുക. അദ്ദേഹത്തിന് വാക്കും അനുസരിച്ചു. അങ്ങനെ 16 കിലോമീറ്റർ ദൂരത്ത് പോയി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് അവിടെയാണ് സഭാഹോൾ ഉണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം 3-ാമത്തെ ഓപ്പൺ എയറിൽ തിരിച്ചു വന്ന്, ഞാൻ എന്തിനാണ് സ്നാനപ്പെട്ടത്, ഞാൻ ആരാണ്, എൻ്റെ സ്ഥലത്തെ സാക്ഷീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ഇങ്ങനെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം. തുടർന്ന് ഞാൻ നിരന്തരമായി സഭയിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ YMBFന്റെ ഒരു ജനറൽ ക്യാമ്പ് മഞ്ചേരിയിൽ നടക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ OM സാമുവൽ സാർ എന്ന് പറഞ്ഞ സാറിനെ കാണുവാനിടയായി. എന്നെ പറ്റി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പത്തനംതിട്ടയിൽ ബൈബിൾ കോളേജ് ആരംഭിച്ചിട്ടുണ്ട്, മാത്യു കടന്നു വരണം. ഫസ്റ്റ് ബാച്ചിലാണ്
ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്ക് മാനിച്ച് എനിക്ക് ദൈവവചനം പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാന് ഫസ്റ്റ് ബാച്ചിൽ ഞാന് ചേർന്ന് വചനം പഠിക്കുവാനായിട്ടിടയായി. എൻ്റെ ഒപ്പം പഠിച്ചവരാണ് നമ്മുടെ പുതുപ്പള്ളിയുള്ള സജീവ് റീസ്, അതുപോലെ PG ജെയിംസ് തണ്ണിത്തോട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ദൈവവചനം പഠിച്ചവരാണ്. വലിയ പ്രതിസന്ധി ആ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്നുണ്ടായി. സാമ്പത്തികമായ ഞെരുക്കമുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്നും പറയുവാനായിട്ട് കഴിയുകയില്ല. ഒരു വാക്ക് മാത്രം വ്യക്തിപരമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ തിരിച്ച് ബൈബിൾ കോളേജിൽ തിരിച്ചു പോരുന്ന സമയം, അപ്പോൾ പണം ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ചിലർ എന്ന ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് 1000 രൂപ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് വീട്ടിലെത്താമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് OM ശാമുൽ സാറ് പറഞ്ഞത്, നിങ്ങൾക്ക് പാന്റും ഷർട്ടും അതുപോലെ ഷൂ ഒക്കെ വേണം ഗ്രാജുവേഷന്. ഈ 1000 രൂപ മുടക്കി അതെല്ലാം മേടിച്ചു. കയ്യിൽ 0 ആയിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ ആത്മീയ പിതാവ് വരും, അദ്ദേഹത്തോട് ഒരുമിച്ച് എനിക്ക് പോകുവാനായിട്ട് സാധിക്കും. എന്നാൽ അന്ന് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ഞാൻ 2 പ്രാവശ്യം അന്ന് ഞങ്ങളുടെ വാർഡനായിരുന്നു റോയി മാത്യു മൈലപ്ര. അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, മാത്യു എന്താ വന്നത്? എന്നാൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ആവശ്യമൊന്നും പറയത്തില്ല. അങ്ങനെ ഞാൻ ദൈവസന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് ഭവനത്തെ തിരിച്ചെത്തണം. ആ സമയത്താണ് ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ സമയം. മൈലപ്രയിൽ ഒരു പത്രോസ് സാറുണ്ട്, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ എപ്പോഴും വരാറുണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്നു, മാത്യു മറ്റുള്ളവരൊക്കെ പോയോ? ഞാൻ ചോദിച്ചു, എന്താ സാറേ? എൻ്റെ മോള് ഗൾഫിലാണ്, അവള് എല്ലാ പിള്ളേർക്കും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഗിഫ്റ്റുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞ, എന്നാൽ എനിക്കുള്ളതൊക്കെ തന്നേരെ. അന്ന് എൻ്റെ ഭവനം വരെ എത്തിച്ചേരുവാനുള്ള പണം ദൈവം എനിക്ക് പ്രദാനം ചെയ്തു. അങ്ങനെയാണ് ബൈബിൾ കോളേജിൽ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ എത്തിച്ചേർന്നത്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ പറഞ്ഞു, ഒരു സുവിശേഷ വേലയ്ക്കുള്ള വിളി മാത്യുവിനുണ്ട്, എന്നാൽ പൂർണ്ണമായ കർത്താവിന്റെ വേല ചെയ്യുക, ആ ഒരു ചിന്ത എന്നെ ആ സമയത്ത് ഭരിച്ചില്ല. എന്നാൽ ജോലിയോടുള്ള ബന്ധത്തില് കർത്താവിന്റെ വേല ചെയ്യണം. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷന് ഞാൻ കർണാടകയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ സിസ്റ്റർ തുങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ BEd കഴിഞ്ഞ 1ാം റാങ്കോട് കൂടി ആ കോളേജിൽ നിന്ന് പാസ്സായി. അപ്പോൾ കോളേജ് ഓഫർ ചെയ്തു, BEd അല്ലെങ്കിൽ LLB അതിന് ഒരു ഫ്രീ സീറ്റ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് തരാം. അപ്പൊ പെങ്ങള് ഇൻസിസ്റ്റ് ചെയ്തു, നീ അവിടെ പോകണം, പഠിക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സഭയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ 92 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാനിടയായി തീർന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലൂടെ ലാസ്റ്റ് കമ്മീഷൻ ഉണ്ടല്ലോ, ഗ്രേറ്റ് കമ്മീഷൻ, ദൈവം വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. ഒരു പിതാവ് മരണക്കിടക്കയിൽ എന്ന് പറയുന്നത് പോലെ എൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു പോകണം. വളരെ പ്രയാസമായിരുന്നു അംഗീകരിക്കുവാൻ. ചില ദിവസങ്ങൾ ഉപവാസത്തോടു കൂടി ദൈവസന്നിധാനത്തിൽ ഇരുന്നു. അവസാനം കർത്താവിന്റെ ആ വിളി മനസ്സിലാക്കി എന്നെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞാൻ സമർപ്പിച്ചു. എന്നാൽ എവിടെ പോകണമെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്താണ് ഏശയ്യാ പ്രവാചന പുസ്തകം 64-ാം അധ്യായം നിരന്തരം വായിച്ചപ്പോൾ, 1 മുതൽ വായിച്ച് 64-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ, രക്ഷിക്കപ്പെട്ട ചിലരെ പൂൽ ലൂദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, വില്ലാളികളുടെ ദേശത്തേക്ക് അയക്കും. അത് ഏത് ദേശമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ സഭ പറയുന്നു അവിടെ തന്നെ കർത്താവിന്റെ വേല ചെയ്യണം. ആ സമയത്താണ് 1992 നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പായിപ്പാട് മിഷണറി ചലഞ്ച് കോൺഫറൻസ് നടക്കുവാനിടയായി. അതിനകത്ത് പല ദൈവദാസന്മാരുണ്ടായിരുന്നു. ജോൺ ഗുരീനങ്ങൾ, അതുപോലെ തോമസ് കെ മാത്യു ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ധാരാളം നോർത്ത് ഇന്ത്യയിലെ ദൈവദാസന്മാരെ കാണുവാനായിട്ടിടയായി. ആ ക്യാമ്പിൽ വെച്ച് വടക്കേ ഇന്ത്യക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. അതിനുശേഷം എവിടേക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്നെ അന്ന് മുതൽ ഗൈഡ് ചെയ്യുന്ന ഒരാളായിരുന്നു പലപ്പോഴും. ആ കാലഘട്ടത്തിൽ, ഇപ്പോൾ അങ്ങനെ കൂടുതൽ ബന്ധപ്പെടാൻ സമയം കിട്ടാറില്ല. ജോൺ കുര്യൻ അങ്കിൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മാത്യു വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഗ്വാളിയോറിലേക്ക് പോകണം. ജോൺ സി ഫിലിപ്പിന്റെ ഫാദർ ഫിലിപ്പ് എബ്രഹാം
അവിടെ ഒരു ഹിന്ദി പഠിപ്പിക്കുന്ന 1 ഇയർ കോഴ്സ് ചെയ്യുന്നുണ്ട്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സഭയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. സഭക്കാർക്ക് പ്രയാസം തോന്നി, ഞങ്ങളുടെ സഭ വിട്ടുപോകുകയാണ്, എങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ജനുവരി 28-ാം തീയതിയാണ് അവിടുന്ന് പോകുന്നത്. ജനുവരി 26-ാം തീയതി രാത്രി വരെ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. എന്നാൽ ഞാൻ പോകുവാൻ തീരുമാനിച്ചു. ഒരു ടിക്കറ്റും എടുത്തിട്ടില്ല. 26-ാം തീയതി രാത്രി യാദൃച്ഛമായിട്ടൊരു വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഒരു ആവശ്യത്തോളം ബന്ധത്തിൽ അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചയച്ചു. ഒരു ചെറിയ ഗിഫ്റ്റും തരുവാനിടയായി. ഞാൻ ജിജ്ഞാസ കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ നോക്കി, അത് 1000 രൂപയുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്ന കാര്യം അത് മറ്റാരുമല്ല, നമ്മുടെ ജോൺ കുര്യൻ അങ്കിൾ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കാര്യം സംഭവിച്ചത്. ഞാൻ ഈ കാശും പിടിച്ച ബസ്സില് ഞാൻ കളത്തിപ്പടിയുന്ന കോട്ടയം വരെ ബസ് കയറി. ഒരു സൈഡിൽ നിന്ന് കരയുകയാണ്. ഒരു പിതാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ചോദിച്ചു, മോനെ എന്തിനാണ് കരയുന്നേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അങ്കിള്, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. 27-ാം തീയതി രാത്രി 26 രാത്രി ട്രെയിൻ കയറി തലശ്ശേരിയിലെത്തി. 27-ാം തീയതി സഭയിൽ ചെന്ന് പറഞ്ഞു, നാളെ ഞാൻ പോവുകയാണ്. സഭയിലുള്ളവർക്കും വലിയ പ്രതിസന്ധി തോന്നി. ഏതായാലും അന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അവര് പ്രാർത്ഥിച്ച് എന്നെ അയക്കുവാനിടയായി. തലശ്ശേരിയിലെത്തി. ഞാൻ പറഞ്ഞു, എനിക്കൊരു ടിക്കറ്റ് വേണം. ഞാൻ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു. അപ്പൊ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കൗണ്ടറിൽ ഇരുന്ന ആള് പറഞ്ഞു, ആദ്യമായിട്ട് പോവുകയാണോ? ഗ്വാളിയോറിലേക്ക് 2 ദിവസത്തെ യാത്രയുണ്ട്, അതുകൊണ്ട് റിസർവേഷൻ ഇല്ലാതെ പോകരുത്. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് പോവുകയാണ്, അത്രയും പറഞ്ഞു. അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലായില്ല. അന്നേരം ഒരാൾ ഓടി വന്ന് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ട്, നാഗ്പൂര് വരെ ഒരു രാത്രി കിടന്നു പോകാൻ 150 രൂപ കൂടുതൽ വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ആരംഭത്തിലെ ഒരു തെറ്റിന്റെ സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ ഒരു ബാഗില് 2 പാന്റും 2 ഷർട്ടും അതുപോലെ ഒരു ചെരുപ്പുമായിട്ടാണ് ഞാൻ വടക്കേന്ത്യയിലേക്ക് പോയത്. ദൈവം വലിയവനായ ദൈവം കൃപ കാണിച്ചു. 10 മാസത്തെ കോഴ്സ്, ഹിന്ദി കോഴ്സ് ഗ്വാളിയോറിൽ പഠിക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ കമ്പിവാചകം പോലെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം സിംല അല്ലെങ്കിൽ ജമ്മു അല്ലെങ്കിൽ അമൃത്സർ ഈ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്ന ആഗ്രഹത്തില് അവിടെയൊക്കെ ഒരു സർവേ നടത്തി. എന്നാൽ എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് ലഭിച്ചില്ല. അങ്ങനെ 1993 ബീഹാറിലേക്ക് കടന്നു പോകുവാൻ ദൈവം വഴിയൊരുക്കി. PJ ജോൺ എന്ന് പറഞ്ഞ ദൈവദാസൻ ബീഹാർ ഗ്ലാഡ് ടൈഡിങ്സ് എന്ന് പറഞ്ഞൊരു ടീം നടത്തുന്നുണ്ടായിരുന്നു. വില്ലേജ് മിനിസ്ട്രി ആയിരുന്നു. അതിൽ ചേർന്ന് ഞാൻ പ്രവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു. 3 മാസത്തിന് ശേഷം എനിക്ക് വ്യക്തമായ ഒരു ബോധ്യതയുണ്ടായി. ബീഹാറിനുള്ള ബന്ധത്തിൽ കർത്താവ് എനിക്ക് ഭാരം തരുന്നുണ്ട്. ഞാൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു, തീരുമാനിച്ചു എൻ്റെ ശേഷിച്ച ജീവിതം ഞാൻ ബീഹാറിൽ ചെലവഴിക്കാനായിട്ട് ഇടയാകണം. പിന്നീട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരു വിവാഹം ആവശ്യമാണല്ലോ, 29 വയസ്സായല്ലോ, പ്രാർത്ഥിക്കണം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ 3 വിഷയങ്ങൾ വെച്ച് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. കർത്താവേ, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, എന്നാൽ ബീഹാറിലെ മിനിസ്ട്രിക്ക് പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എനിക്ക് വേണം. കർത്താവ്, എനിക്ക് ഹിന്ദിയിൽ അത്ര നല്ലോണം അറിയത്തില്ല, ഹിന്ദി അറിയാവുന്ന ഒരു പെൺകുട്ടി വേണം. അതുപോലെ അറ്റ്ലീസ്റ്റ് ഡിഗ്രിയെങ്കിലും പഠിച്ച ഒരു പെൺകുട്ടി, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളത് അത് ബേസിക് സത്യമാണല്ലോ. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്ന് പറയട്ടെ. എനിക്ക് രാജസ്ഥാനിൽ ജനിച്ചു വളർന്ന, രാജസ്ഥാനിൽ കർത്താവിന്റെ വേലയിലായിരുന്ന ദൈവദാസൻ CL ജോസ് എന്ന് പറഞ്ഞ തൃശ്ശൂരുണ്ടായിരുന്ന ദൈവദാസന്റെ മൂത്ത മകളെ കർത്താവ് എനിക്ക് പങ്കാളിയായി തന്നു. CL ജോസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യ ഫലമാണ് ശ്രീഗംഗാനറിൽ ഉള്ള ദർശൻ സിംഗ് എന്ന് പറഞ്ഞ സർദാർജി, പഞ്ചാബി സഹോദരൻ. വീണ്ടും അദ്ദേഹത്തിന്റെ പെങ്ങളെയാണ് ദർശൻ സിംഗ് വിവാഹം കഴിച്ചത്. അവിടെയാണ് എൻ്റെ വൈഫ് 5ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ. കഴിഞ്ഞ 31 വർഷങ്ങളായി എന്നോട് ചേർന്ന് ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു.
ദൈവം എനിക്ക് 2 മക്കളെ നൽകിയിട്ടുണ്ട്. മൂത്ത മോന്റെ പേര് ബെഞ്ചമിൻ എന്നാണ്. അവനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പാറ്റ്നയിൽ +2 വരെ പഠിച്ചു. എൻ്റെ മോളും, രണ്ടാമത്തേത് മോളാണ്, അവളും +2 വരെ പാറ്റ്നയിലാണ് പഠിച്ചത്. അതിനുശേഷം CMC വെല്ലൂര് അവന് ഫിസിയോതെറാപ്പി കഴിഞ്ഞു. ദൈവത്തിന്റെ അപാരമായ കൃപയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അവന് ഒരു ചെറിയ ജോലിയുള്ള ബന്ധത്തിൽ കാനഡയ്ക്ക് പോകുവാനിടയായി. എന്നാൽ 8 മാസമേ അവൻ അവിടെ ആയിരിക്കാൻ സാധിച്ചുള്ളൂ. അവൻ വെറും കൈയോടെ പോയി തിരിച്ചു വന്നു. കാരണം ദൈവം അവന് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ ഒരുക്കി. അവന്റെ വിവാഹം കഴിഞ്ഞ മെയ് 24-ന് ബാംഗ്ലൂർ വെച്ച് നടക്കുവാനായിട്ടിടയായി തീർന്നു. മണ്ണാർശാല എന്ന് പറഞ്ഞ ഹരിപ്പാട് അടുത്തുള്ള മണ്ണാർശാലയിൽ സുരേഷ് എന്ന് പറഞ്ഞ ദൈവദാസൻ, താനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് കർത്താവിനെ സ്വീകരിച്ച ആളാണ്. എയർഫോഴ്സിലായിരുന്നു. അതിന്റെ 2ാമത്തെ മകൾ, അവളെയാണ് മോനെ വിവാഹം കഴിച്ചത്. മറ്റൊരു പരിചയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, TMM ഹോസ്പിറ്റലിലെ റോളി എന്ന് പറഞ്ഞയാള്, റോളിയുടെ പെങ്ങളുടെ മകളെ ആ വിവാഹം ഭംഗിയായിട്ട് നടക്കുവാനിടയായി. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാന്നുള്ളത്. മോള് MSc കഴിഞ്ഞു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ബാംഗ്ലൂര് ഒരു ചെറിയ ജോലിയുമായിട്ട് ബാംഗ്ലൂരിലായിരിക്കുന്നു. അവളുടെ വിവാഹമായിട്ടില്ല. 2 കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. 94-ലാണ് വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം 95-ൽ ഞാൻ പാറ്റ്നയിലേക്ക് കടന്നു വരുവാനിടയായി. എൻ്റെ അറിവില് 62 മുതൽ 87 വരെ ഈശോ സാർ പാറ്റ്നയിൽ ഉണ്ടായിരുന്നു. നല്ലൊരു അസംബ്ലി ഉണ്ടായിരുന്നു. എന്നാൽ 87-ൽ താൻ തിരിച്ച് മദ്രാസിലേക്കും താമ്പരത്തേക്കും പോയി. ഞാൻ ചെല്ലുമ്പോൾ അവിടെ മറ്റു സുവിശേഷകരാരുമില്ലായിരുന്നു. ചില കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ഒരുമിച്ച് 2003 വരെ ആരാധിക്കുവാൻ ദൈവം ഇടം നൽകി. എന്നാൽ അതിന് കൂടുതൽ മലയാളത്തിലായിരുന്നു ആരാധനയുടെ കാര്യങ്ങളൊക്കെ. എൻ്റെ ഹൃദയത്തിൽ ഭാരമുള്ള വിഷയം ഹിന്ദിക്കാരെ നേടുക എന്നുള്ളതാണ്. 95 മുതൽ 2000 വരെ YMBF-ന്റെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. 5 വർഷം YMBF-നോട് ചേർന്ന് ബീഹാറിന്റെ പല ജില്ലകളിൽ പ്രവർത്തിക്കുവാനായിട്ടിടയായി. 2000 മുതൽ ഞാൻ ഓരോ ഗ്രാമങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാനിടയായി. അങ്ങനെ ബക്തിയാർപൂർ എന്ന് പറഞ്ഞ പാറ്റ്നയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരത്ത്, അഥവാ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചതും പഠിച്ചതുമായ സ്ഥലമാണ് ബക്തിയാർപൂർ. അവിടെ ദൈവകൃപയാൽ 2003-ൽ ഒരു സഭ ഉണ്ടാകുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ പാറ്റ്നയിലും ഹിന്ദിക്കാരുടേതായ ഒരു സഭ ഉണ്ടാകുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു. ഈ 2 സഭകളിൽ നിന്നുമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 6 പേർ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. 6 പേര്. അവര് പല ബൈബിൾ സ്കൂളുകളിൽ പോയി പഠിച്ചവരുണ്ട്, BBA പഠിച്ചവരുണ്ട്, അൽവറി പഠിച്ചവരുണ്ട്. അവർ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് 7-8 സഭകൾ ഈ ഞങ്ങളുടെ സഭയോളം ബന്ധത്തില് ഏകദേശം 250-300ഓളം വിശ്വാസികളുണ്ട്. അവര് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്നവരാണ്. ദൈവമുഖത്തേക്ക് നോക്കി കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ പ്രവർത്തനത്തോളം ബന്ധത്തില് വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. എൻ്റെ കുഞ്ഞ് ഉണ്ടാകുന്ന സമയം 2 ഡെലിവറിയും പാറ്റ്നയിലാണ് നടന്നത്. സിസേറിയൻ ആയിരുന്നു. ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ബീഹാറിലായതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബീഹാറിൽ തന്നെ ജനിക്കണം. ധാരാളം പേര് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തു, ഇവിടെ മെഡിക്കൽ സൗകര്യങ്ങളൊന്നുമില്ല, കേരളത്തിലേക്ക് പോകണം. എന്നാൽ ദൈവം കൃപ നൽകി 2 കുഞ്ഞുങ്ങൾക്കും ബീഹാറിൽ തന്നെ ജന്മം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം 40-ാം ദിവസം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുവാനിടയായി. എൻ്റെ കൈ 2ആയിട്ട് ഒടിഞ്ഞു, ഫുൾ എല്ല് ഒടിയുവാനിടയായി. ഒരു ഓർത്തോപീഡിയന്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉടനെ സർജറി ചെയ്യണം, മുഴുവൻ ഒടിഞ്ഞു പോയി 10,000 രൂപ കെട്ടിവെക്കണം. ഞങ്ങളുടെ കയ്യിൽ യാതൊരു പൈസയില്ലായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഒരു പരിചയമുള്ള നേഴ്സുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയാൽ നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിൽ അന്നത്തെ സിസ്റ്റം അനുസരിച്ച്
വ്യാഴാഴ്ച മാത്രമേ ഓർത്തോപെഡീഷ്യന്റെ സർജറി നടക്കാറുള്ളൂ. എനിക്ക് അപകടമുണ്ടായത് വെള്ളിയാഴ്ചയാണ്. അവരെ വെച്ച് കെട്ടി, വെറുതെ ഒന്ന് വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു ഒരാഴ്ച ഒടിഞ്ഞ കൈയുമായിട്ട് വീട്ടിലിരിക്കുക, അടുത്ത വ്യാഴാഴ്ച വന്ന് ഓപ്പറേഷൻ ചെയ്യാം. അത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ ചലഞ്ചായിരുന്നു. നിരന്തരം എൻ്റെ വൈഫ് കൈയെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കർത്താവേ ഞങ്ങളുടെ സ്ഥിതി എനിക്കറിയാം, എന്നാൽ ഒരു മനുഷ്യരോടും ഞങ്ങൾ ചോദിക്കില്ല, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ആരോടും ചോദിക്കില്ല. വ്യാഴാഴ്ച അവിടെ ചെന്നു, ഓപ്പറേഷൻ നടന്നു. വെള്ളിയാഴ്ചയായി, ശനിയാഴ്ചയായി. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം, ഒരു ഞായറാഴ്ച പോലും വിട്ടു നിൽക്കരുതെന്ന് വളരെ നിർബന്ധമാണ് എനിക്ക്. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, എങ്ങനെ പോകും? ശനിയാഴ്ച വരുമ്പോൾ ഡോക്ടറോട് എങ്ങനെയും പറഞ്ഞ് ആരാധനയ്ക്ക് പോകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടർ വന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോകാൻ, ബെഡില്ല, കുറെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ അന്ന് പോയി ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ സംഭവിച്ച മറ്റൊരു കാര്യം, ആ ഡോക്ടർ ശരിയായ ഒരു ഓപ്പറേഷൻ ചെയ്തില്ല. ആ കമ്പി വളഞ്ഞ് ഒരു ഭാഗത്ത് പുറത്തിരിക്കുകയായിരുന്നു. അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ബാൻഡേജിട്ട് പ്ലാസ്റ്റർ ഇട്ടു. ഞങ്ങൾക്ക് കാണാനായി കഴിഞ്ഞില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ട് അഴിച്ചപ്പോഴാണ് കൈ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടറുണ്ട്, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു നേഴ്സുണ്ട്. അവര് പറഞ്ഞു ഇതൊക്കെ ഡോക്ടറിന് ചെറിയ കാര്യങ്ങൾ, കൈ മുറിച്ച് കളയൊക്കെ വളരെ ഈസിയായ കാര്യമാണ്. അദ്ദേഹം പറയും എത്രയും പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് പൊക്കോ, അല്ലെങ്കിൽ കൈ മുറിച്ച് കളയേണ്ടി വരും. ഞാനിങ്ങനെ പറയട്ടെ, ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച സമയങ്ങളായിരുന്നു. ആ സമയമൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ ഇൻഫെക്ഷൻ സെറ്റിലായി. ആ കൈ ഇന്ന് ഏകദേശം 28 വർഷം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയവനായി ദൈവം മതിയായവനാണെന്ന് പറയുവാനാണ് ഞാൻ ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞത്. അത് മാത്രമല്ല, പ്രവർത്തനത്തോട് ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ബീഹാറിനോട് ബന്ധത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കുലർ മൈൻഡഡ് ആയ മുഖ്യമന്ത്രിമാരാണ് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾക്ക് വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ദുഃഖത്തോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2017 സംഭവിച്ച ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. 2017 പാറ്റ്നയിൽ നിന്നും 150 കിലോമീറ്റർ ദൂരത്ത് ഹിസുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഗ്രാമം, 7 പേരുണ്ടായിരുന്നു. പ്രവർത്തിച്ചപ്പോൾ ഹിന്ദിക്കാരനാണ് നമ്മുടെ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ സാമസിയെ പറ്റി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉടനെ തന്നെ അവനെ പിടിച്ചു വെച്ചു. അടുത്തുള്ളവർക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി. നമ്മള് ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വന്നിരിക്കുകയാണ്. ഉടനെ എന്നെയും വിളിച്ചു. അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായി. അടുത്തുള്ളവരെയൊക്കെ താൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആള് കൂടി. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടു സഹോദരനെ എന്നെയും തല്ലുവാനിടയായി. ഞങ്ങൾക്ക് ഭാരമൊന്നും ഉണ്ടായില്ല, വളരെ ഞങ്ങള് ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തു. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നു. പോലീസ് വന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ ചോദിച്ചതായ കാര്യം ഇതാണ്, വൈ യു ആർ ഹിയർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഗ്രാമത്തിൽ വന്നത്? നിങ്ങളുടെ സഭയുണ്ടോ? നിങ്ങളുടെ വിശ്വാസികളുണ്ടോ? പിന്നെ എന്തിനാ വന്നേ? ഞങ്ങൾ ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ, യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഏതായാലും പോലീസിന്റെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ സ്റ്റേഷനിൽ എത്തിച്ചു. എനിക്ക് പരിചയമുള്ള പാറ്റ്നയിലെ ഒരു ദൈവദാസനെ വിളിച്ചു. ഒരു പെന്റക്കോസ്റ്റൽ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ഉടനെ തന്നെ അവിടുത്തെ SP വിളിച്ചു. ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഒരു ഫാദറെ പിടിച്ചു വെച്ചിരിക്കുന്നു, വിടണം. അത് കേട്ട ഉടനെ അവിടുത്തെ DYSP പറഞ്ഞു വിട്ടു. സബ് ഇൻസ്പെക്ടർ റൂമിലേക്ക് കസേരയൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തി. DYSP വന്ന് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാനൊരു ഹൈ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, ഞാൻ 3 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു, ഒന്നും കഴിച്ചിട്ടില്ല. ഉടനെ തന്നെ ബിസ്ക്കറ്റും വെള്ളമൊക്കെ വരുത്തി അങ്ങനെ കുടിച്ചു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. ഒരു മണിക്കൂറോളം താനുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ള ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്, അത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം കൂടി വരാനുണ്ട്, അതുകൊണ്ട് ഞാൻ താമസിച്ച കുറച്ച് കഴിഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. സ്പോട്ടിൽ പോയി ഞങ്ങൾ അന്വേഷിക്കും എന്താണ് സംഭവിച്ചെന്ന്. അതിനുശേഷം മാത്യുവിനെ വിടാൻ ഞങ്ങൾ ശ്രമിക്കാം.
അദ്ദേഹം സ്പോട്ടിൽ ചെല്ലുമ്പോൾ, ഡിവൈഎസ്പി സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഏകദേശം 300 പേര് കൂടിയിരിക്കുകയാണ്. ഏതായാലും ഒരു 10 മണി രാത്രി വരെ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. 10 മണിക്ക് ഞങ്ങളെ SP ഓഫീസിലോട്ട് കൊണ്ടുപോയി. എന്നാൽ സംഭവിച്ച കാര്യം എന്താണെന്നറിയാം, 10 മണി കഴിഞ്ഞപ്പോൾ SP ഓഫീസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഒരു 12 മണിക്ക് ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടിയിരിക്കുക. എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ആർ യു മിസ്റ്റർ മാത്യു? യെസ്, ഐ ആം മാത്യു. വൈ യു ഹാവ് ഗോൺ ദെയർ? വാട്ട് ഈസ് യുവർ ബിസിനസ്? യു ഹാവ് എ ചർച്ച് ഓവർ ദെയർ? നിങ്ങൾക്കൊരു ചർച്ച് അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചർച്ചില്ല. വിശ്വാസികളിൽ എന്തിനാണ് പോയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കാനാണ് പോയത്. യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് അറിയിച്ചെന്നുള്ളതല്ല, ആ ഹിസുവ പട്ടണത്തിൽ ലോ ആൻഡ് ഓർഡർ മോശമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ലോ ആൻഡ് ഓർഡർ ഞാൻ ഇതുവരെയും മോശമാക്കിയിട്ടില്ല. എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു റെക്കോർഡില്ല. അവിടുത്തെ അന്നേരം ADGP ആയിരുന്ന ഒരു ലീമ ഇംചൻ ഉണ്ടായിരുന്നു, കൊഹിമാക്കാരനാ. അതെന്റെ ഫ്രണ്ട് കൂടിയായിരുന്നു. ഞാൻ ചോദിച്ചു, ലീമ സാറിനോട് ചോദിച്ചാൽ എന്നെ പറ്റി അറിയാം. അപ്പൊ അദ്ദേഹം തണുത്തു. എന്നിട്ട് എല്ലാ പുസ്തകങ്ങളും കൊണ്ടുവന്ന് നോക്കി. ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 40ഓളം പുസ്തകങ്ങൾ ഗോസ്പൽ പ്രതികൾ SP അടക്കം DYSP അടക്കം മറ്റുള്ളവർ മേടിക്കുവാനിടയായി. പോലീസ് സ്റ്റേഷനിൽ 25ഓളം പുസ്തകങ്ങൾ കൊടുക്കുവാനിടയായി. ഞങ്ങളെ 4 മണിക്ക് തിരിച്ച് ഒരു സഹോദരന്റെ വീട്ടിൽ കൊണ്ടുയാക്കി, പോലീസ് അകമ്പടിയോടുകൂടി. ഞാൻ പറഞ്ഞത്, ബീഹാറിന്റെ സ്ഥിതി മാറിയിരിക്കുകയാണ്. അതിനുശേഷം പലരും പറഞ്ഞു ഇനി ബീഹാർ വിട്ടുപോകണം. എന്നാൽ കർത്താവ് ഞങ്ങളെ വിട്ടുവെന്ന ബോധ്യതയുള്ളത് കൊണ്ട് ഞങ്ങൾ ബീഹാർ വിട്ടില്ല. പിറ്റേ ദിവസം പേപ്പറിൽ വന്നു. അത് മാത്രമല്ല, സിറ്റിയിൽ ബ്ലാക്ക് ഡേ ആചരിച്ചു, കാലാദിനം ആചരിച്ചു. ഏതായാലും ദൈവം ഞങ്ങളെ സൂക്ഷിക്കുവാനായിട്ടിടയായി. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ബീഹാറിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇപ്പോൾ സുവിശേഷം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മക്കള് കുഞ്ഞുമക്കളായിരുന്നപ്പോൾ ഞങ്ങൾ ഗയയിൽ നിന്നും പാറ്റ്നയ്ക്ക് വരുന്ന സമയത്ത് ഞങ്ങളെ തടഞ്ഞു നിർത്തി, കൊള്ളക്കാര് ആയ ചെറുപ്പക്കാർ ഞങ്ങളെ തടഞ്ഞു നിർത്തി ലൂട്ട് ചെയ്തു. ഞങ്ങളുടെ കൂടെ 2-3 സഹോദരിമാരുണ്ടായിരുന്നു. അവരെ തെറ്റായ കാര്യത്തിന് കൊണ്ടുപോകാൻ ഇറക്കിക്കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു വ്യക്തിപരമായ അനുഭവം. കർത്താവേ, എന്ത് ചെയ്യണം? 2 കുഞ്ഞുമക്കളും ഞങ്ങളുടെ കടന്നുറങ്ങുകയാണ്. ആ സമയത്ത് എങ്ങനെയെന്ന് അറിയത്തില്ല, അത്ഭുതമെന്ന് പറയട്ടെ, പോലീസ് ജീപ്പ് അവിടെ വരികയും അവർ ഓടിപ്പോവുകയും ചെയ്ത് ഞങ്ങളെ വലിയ വിപത്തിൽ നിന്ന് രക്ഷിച്ച് വീട്ടിലെത്തിക്കുവാനിടയായി. ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഇന്ന് ഞാൻ ബീഹാറിനെ അധികമായിട്ട് സ്നേഹിക്കുന്നു. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ ബീഹാറിലാണ് ജനിച്ചത്. കഴിഞ്ഞ 30-ലധികം വർഷം ഞങ്ങളെ സൂക്ഷിച്ച, ഞങ്ങളെ പരിപാലിച്ച ബീഹാറിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. പ്രിയപ്പെട്ടവരെ, 38 ജില്ലകളിലായി 535 ബ്ലോക്കുകളാണ് ബീഹാറിലുള്ളത്. അത് മാത്രമല്ല 45,103 വില്ലേജുകൾ. വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 14 കോടിയോളം ജനം. നമ്മുടെ പ്രവർത്തനങ്ങള് ഏകദേശം 25 ജില്ലകളിലുണ്ട്. ജില്ല പറയുമ്പോൾ 25 എന്ന് പറയാം. എന്നാൽ 535 ബ്ലോക്കുകൾ എടുക്കുമ്പോൾ ഏകദേശം 500ഓളം ബ്ലോക്കുകളിൽ നമുക്ക് പ്രവർത്തനമില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ സുവിശേഷത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ബീഹാറിനുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണെന്നാൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ചെയ്യാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയില് ഞാൻ 6 വർഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുവാനായിട്ടിടയായി. എൻ്റെ മദർ ഇൻ ലോ ക്യാൻസർ ആയി, വളരെ സീരിയസ് ആയി, ആരും നോക്കാനില്ലാത്ത അവസ്ഥ. എൻ്റെ ഫാദർ ഇൻ ലോ, എൻ്റെ മദർ. എന്നാൽ എനിക്ക് കേരളത്തിലോട്ട് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കണം. അങ്ങനെ ഞാൻ 6 വർഷം ബാംഗ്ലൂർ ബെഥസ്ത അസംബ്ലിയുമായിട്ട് ആരാധിച്ചു പോന്നു. എന്നാൽ ഹിന്ദിക്കാരുടെ പ്രവർത്തിക്കുവാനായിട്ടിടയായി. എന്നാൽ 3 പേരും ഈ ലോകം വിട്ട് കടന്നുപോയി. അതിനുശേഷം ദൈവം എന്നോട് സംസാരിച്ചതായ കാര്യം, എന്നോട് വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു, നീ തിരിച്ചു പോകണം. എനിക്ക് വളരെ പ്രതിസന്ധി ഉണ്ടായി. ഞാൻ ദൈവത്തിന് മുമ്പാകെ പറഞ്ഞതായ കാര്യം, കർത്താവേ, ഹൈ ഡയബറ്റിക്സ് ആണ് എനിക്ക്. ഞാൻ 30-40 യൂണിറ്റ് ഒക്കെയാണ് എടുക്കുന്നത്.
എനിക്ക് 300-ലധികമാണ് പലപ്പോഴും ഇൻസുലിൻ എടുത്താലും. അതുകൊണ്ട് എൻ്റെ ഹെൽത്ത് അങ്ങനെയാണ്, എന്നെ ഇനി വിടരുത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, എനിക്ക് 60 വയസ്സ് തികയുക. കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി 60 വയസ്സ് കംപ്ലീറ്റ് ആയി. ഈ 60-ാം വയസ്സിൽ എന്നെ പോകുവാൻ എന്നെ അനുവദിക്കരുത്. പ്രായമുള്ള ബാംഗ്ലൂരിലുള്ള ദൈവദാസന്മാരും ദാസിമാരും പറഞ്ഞു, മോൾ ഇവിടെയാണ് കഴിഞ്ഞ 25 വർഷം പ്രവർത്തിച്ചതാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനിയും ചില വേലകൾ അവിടെ ചെയ്തു തീർക്കുവാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 1 വർഷം മുമ്പ് വീണ്ടും പാറ്റ്നയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് ഈ ഗ്രാമത്തിലുള്ള സഹോദരന്മാരെ ഒന്ന് എക്വിപ്പ് ചെയ്യുക. ഇപ്പോൾ പഴയ പോലെയുള്ള പ്രവർത്തനങ്ങളല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയട്ടെ. കൂടുതലായിട്ട് ഔട്ട്റീച്ച് വർക്കുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ട്രാക്ട് കൊടുത്താൽ എതിർപ്പുകളുണ്ട്. എന്നാൽ ഈ സഹോദരന്മാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവര് കൊണ്ടുവരുന്ന വിശ്വാസികളെ ഒന്ന് വചനം പഠിപ്പിക്കുക, ഈ ദൈവദാസന്മാരെ വചനം പഠിപ്പിക്കുക. ഇതാണ് ഇന്ന് വലിയൊരു ചലഞ്ചായിട്ടിരിക്കുന്നത്. പാറ്റ്നയിൽ ഒരു ചെറിയ സഭയുണ്ട്. ഞാൻ ഇതുവരെയും ഞാൻ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകിയിട്ടില്ല. ഏകദേശം 25 വർഷം മുമ്പ് ഒരു ജോർജ് ആനി എന്ന് പറഞ്ഞ വേറൊരു മിഷനിൽപ്പെട്ടവര് ഒരു സ്ലം സ്കൂള് പാറ്റ്നയുടെ ഹൃദയഭാഗത്ത് തന്നെ ആരംഭിച്ചു. ഒരു സ്ലമ്മില് അവർ 5 വർഷം കഴിഞ്ഞ് വിട്ടുപോയി. ഞങ്ങളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഒരു സൈഡ് ഹൈക്കോർട്ട്, ഒരു സൈഡ് സെക്രട്ടേറിയറ്റ്. എന്നാൽ സ്ലമ്മാണ്, ഗവൺമെന്റ് ഒന്നും ആ ലാൻഡ് നമുക്ക് തരത്തില്ല. കഴിഞ്ഞ 22 വർഷമായിട്ടുള്ള ആരാധന അവിടെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഒരു ടിൻ ഷീറ്റ് ഇട്ട ഒരു ഹോൾ ആണുള്ളത്. എന്നാൽ ഈ നാളുകളിൽ ആ ഷീറ്റ് എല്ലാം വളരെ പഴകിപ്പോയി. അല്പവും കൂടി ഉയർത്തി അത് കെട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. അതൊന്നും കൂടി ഒന്ന് റിനോവേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വർഷം മഴയത്ത് പൂർണ്ണമായി വെള്ളം അതിലേക്ക് കയറുവാനായിട്ട് ഇടയായി. ഞങ്ങളത് പ്രാർത്ഥനയിൽ വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്ത് വലിയ പൈസയൊന്നും ആവശ്യമില്ല. ഏകദേശം 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിന്റെ പണി തീരും. ഞങ്ങളത് സന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. എന്നാൽ ഗ്രാമങ്ങളിലുള്ള, ഇനി ഞങ്ങളുടെ അവിടുത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാമങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് എക്വിപ്പ് ചെയ്ത് സ്ട്രോങ് ആക്കി മാറ്റുക. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ചില മലയാളി സഹോദരന്മാരെ വളരെ അനുഗ്രഹമായിട്ട് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ആവുന്നിടത്തോളം ഇവരെ എക്വിപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും വളരെ താഴ്മയോടുകൂടി ഒരു കാര്യം പറയട്ടെ. സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ ബീഹാറിലേക്ക് കടന്നു വരിക. ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹോദരന്മാരോടും എപ്പോഴെല്ലാം കേരളത്തിൽ ചെല്ലുമ്പോൾ കാണുന്നവരോടും പറയാറുണ്ട്, ഒന്നുമല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ പ്രദേശത്ത് താമസിക്കുക. അവർ പറയുന്ന ഭാഷ അറിയില്ലല്ലോ, ഭാഷയൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അതിനുശേഷം ദൈവം ഭാരം തരുന്നെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാമില്ലെങ്കിൽ തിരിച്ചു പോകാൻ ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, വലിയൊരു ഉത്തരവാദിത്വം. 140 കോടിയോളം ജനം, ഏകദേശം 6 ലക്ഷത്തിലധികം വില്ലേജുകളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഞാൻ ബീഹാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വളരെ വേദനയോടുകൂടി ഓർക്കേണ്ട ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശില് വളരെ ചുരുങ്ങിയ ജില്ലകളിൽ ചുരുങ്ങിയ ദൈവദാസന്മാരേ ഉള്ളൂ. ബീഹാറിനേക്കാളും 4 ഇരട്ടി ആവശ്യകതയുമായിട്ട് 80-ലധികം ജില്ലകളുള്ള ഉത്തർപ്രദേശ് കിടക്കുന്നു. അത് മാത്രമല്ല, ഏകദേശം 700ഓളം ദൈവദാസന്മാരെ ജയിലുകളിൽ ഇട്ടിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ. നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു. ബീഹാറിന് വേണ്ടി, ഉത്തർപ്രദേശിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ പ്രദേശങ്ങളില് അത്ഭുതം ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു അവസരം എനിക്ക് നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബീഹാറിൽ ഒരു മാറ്റം വരണം. നീതിപൂർവമായ ഇലക്ഷൻ ബീഹാറിൽ നടക്കുവാൻ ആര് വരണമെന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ല. ദൈവമാണ് രാജാക്കന്മാരെ നിയമിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ബീഹാറിന് ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ബീഹാറിലേക്ക് കടന്നു വരിക. ബീഹാർ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ബീഹാർ നമ്മുടെ ദേശത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തെ അവസാനിപ്പിക്കുകയാണ്. 2000 വർഷങ്ങളായി കേരളത്തിലൊക്കെ സുവിശേഷം എത്തിയിട്ട്, എന്നിട്ട് നമ്മൾ ഇന്നും വളരെ നിറഞ്ഞ പാപ്പരായിട്ട് ആത്മീയപരമായ കാര്യത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ ബീഹാർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ, പാറ്റ്ന എന്ന പട്ടണത്തിൽ
2000-ൽ സുവിശേഷം എത്തിയ റുമേനിയൻ മിഷണറിമാർ, സൗത്ത് കൊറിയൻ മിഷണറിമാർ ഇന്ന് പാറ്റ്നയിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടതായ വിഷയം, സൗത്ത് കൊറിയ എല്ലാ സൗകര്യങ്ങളും വിട്ട് ഈ പാറ്റ്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് റുമേനിയയിലെ സായിപ്പന്മാർ ആ സൗകര്യങ്ങളും വിട്ട് അവരിന്ന് പാറ്റ്നയിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും വലിയ ഉത്തരവാദിത്വം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുവിശേഷം ഈ കേരളത്തിലെത്തിയെങ്കിൽ, ഇന്ത്യയിലെത്തിയെങ്കിൽ നാം എത്രത്തോളം കംഫർട്ടബിൾ സോണിൽ ഇരിക്കുന്നു അതൊക്കെ വിട്ട് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ കർത്താവ് വരുവാറായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് ആരും നശിച്ചു പോകരുതെന്ന കർത്താവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് തോളോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ മുന്നേറാം. വലിയവനായ ദൈവം കേൾവിക്കാരായ എല്ലാവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവകാശം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം പറഞ്ഞ് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രോത്സാഹനം, നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു വാക്യം പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം 14. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പാലിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവിനോട് സ്നേഹമുണ്ട്, കർത്താവിന്റെ വേലയോട് സ്നേഹമുണ്ട്. അത് വടക്കേ ഇന്ത്യയെ പറ്റി നിങ്ങൾക്ക് ഭാരമുണ്ട്, സ്നേഹമുണ്ടായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കണ്ടീഷൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിനോട് സ്നേഹമുണ്ടെന്ന് നാം പരസ്യമായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, കൽപ്പനകളെ ആചരിക്കുവാനായിട്ടിടയായിത്തീരും. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? മത്തായി സുവിശേഷം 28-19-20 വാക്യങ്ങൾ നമുക്കറിയാം. ഭൂലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം അറിയിക്കുക. കേരളം മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, ആന്ധ്ര മാത്രമല്ല, ഇന്ന് സൗത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഭൂലോകം എന്ന വാക്ക് വിടാം. നമ്മുടെ രാജ്യമായ ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും കർത്താവിന്റെ വചനമെത്തണം. അപ്പോൾ വാസ്തവത്തിൽ കർത്താവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കൽപ്പന ആചരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പ്രാധാന്യം അതിനെടുക്കുന്നുണ്ട് എന്ന് ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ 6 വർഷമായിട്ട്. എന്നാൽ ഈ വാക്യം എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുവാനിടയായി. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചു. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന ആചരിക്കുവാൻ തയ്യാറുണ്ടോ? കർത്താവിന്റെ സാക്ഷിയായിട്ട് വീണ്ടും ബീഹാറിലോട്ട് പോകുവാനായിട്ട് തയ്യാറുണ്ടോ? വളരെ പ്രതിസന്ധിയുള്ള സമയമായിരുന്നു. എങ്കിലും ദൈവം എന്നെ സഹായിച്ചു ഇവിടെ വരുവാൻ. ഞാൻ എന്നെപ്പറ്റി ഉയർത്തി പറയുകയല്ല ഞാൻ പറഞ്ഞത്, ആ കൽപ്പന പാലിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കൃപ നൽകി. എന്റെ ഭാര്യ അത് അംഗീകരിച്ചു. എന്റെ മോനും മോളും പറഞ്ഞു, പപ്പ തിരിച്ചു പോകണം. കർത്താവ് അവിടെയാണ് പപ്പയെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, എന്റെ ഭാര്യയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരോട് സപ്പോർട്ടില്ലായിരുന്നു വീണ്ടും എനിക്ക് ഇവിടേക്ക് വരുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ബീഹാറിൽ കാലുകുത്തിയപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എല്ലാവരും പറഞ്ഞു ഇനി കേരളത്തിലേക്ക് പോകണം. ഞാൻ ഈ ഇത്രയും വർഷങ്ങൾക്കിടയില് 12 വീടുകൾ മാറി മാറി വാടകയ്ക്ക് താമസിച്ചു. ഇന്നും വാടക വീട്ടിലെ ഞാൻ താമസിക്കുന്നത്. ഞാൻ ലോകത്തില് എനിക്കൊരു വീടോ സ്ഥലമോ എനിക്ക് ഇതുവരെ ഇല്ല, ഞാൻ അതിന് ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ കർത്താവ് തന്ന വേല തികയ്ക്കണം, കർത്താവിന്റെ കൽപ്പന പാലിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. ഞാൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഇല്ലല്ലോ, അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ആ ഭാഗങ്ങളിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. എന്നാൽ കർത്താവ് തന്ന വേല എനിക്ക് തികയ്ക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മള് ഇപ്രകാരം വായിക്കും തിമോഥെയോസ് 2:4 ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള കർത്താവിന്റെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഏക മാർഗം എന്നുള്ളത് ഈ സുവിശേഷം എല്ലാവരുടെ അടുത്ത് എത്തിക്കുക. ദൈവം നൽകിയിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെയറിങ്ങിലൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞ് ജനത്തിന്റെ അടുത്തേക്ക് സുവിശേഷമായിട്ട് എത്തുക. വേറൊരു വഴി കാണുന്നില്ല. ഞാനത് ഇങ്ങനെ കൂടി വിശ്വസിക്കുന്ന ആളാണ്. റൂമിലിരുന്ന് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് സുവിശേഷകരെ ഒത്തിരി പേരെ എനിക്കറിയാം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഒരു കാര്യം, കർത്താവെ നടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യണം. ഇന്നും അതാ ചെയ്യുന്നത്. ആ നടപ്പിൽ മരിക്കാനിടയായാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനാണ്. ഞാൻ ആ വിധത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് തന്ന വേല നമുക്ക് തികയ്ക്കാം.
ബീഹാർ കർത്താവിനെ അറിയണം, ഭാരതം കർത്താവിനെ അറിയണം, 144 കോടി ജനം കർത്താവിനെ അറിയണം. അതിന് എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? ഒരു ദൈവദാസൻ പ്രകാരം പറയുകയുണ്ടായി, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ സമ്മാൻ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹി ഡിഡ് ദ വിൽ ഓഫ് ഗോഡ്. കർത്താവിന്റെ ഹിതം ചെയ്തു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സമ്മാൻ സബ്സ്റ്റൻസ് എന്താണ്? കർത്താവിന്റെ ഹിതം പൂർത്തീകരിക്കുക. കർത്താവിന്റെ ഏറ്റവും വലിയ ഹിതം എന്നുള്ളത് ഈ ജനത്തോട് സത്യസുവിശേഷം പറയണം. ഇടം കൈയും വലം കൈയും അറിയത്തില്ലാത്ത 1,20,000 പേരോട് സുവിശേഷം പറയുവാൻ യോന എന്ന പ്രവാചകനെ അയച്ചപ്പോൾ താൻ നിനവയിലേക്ക് പോകാൻ തർശോഷിൽ പോയ കാര്യങ്ങൾ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, എന്നാല് ദൈവം പറയുന്നു, നിനവെ പോലെയുള്ള പട്ടണങ്ങൾ, ബീഹാർ പോലെയുള്ള പട്ടണങ്ങൾ, UP പോലെയുള്ള പട്ടണങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് കേരളത്തെക്കാൾ നല്ല റോഡുകളുണ്ട്, സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ട്. 30 വർഷം ഞങ്ങളെ ആരിവിടെ കൊന്നില്ല, ഞങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് ഭയത്തിന്റെ ഒരു വാക്ക് കേരളത്തിൽ ബീഹാറിനെ പറ്റിയുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സുരക്ഷിതത്വം ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബീഹാറിലേക്ക് കടന്നു വരിക, ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുസഹോദരന്മാരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സമയം നിങ്ങൾ നൽകിയതിനായിട്ട് പ്രിയ സന്തോഷപ്രദം അതിന് ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും കർത്തനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ബീഹാറിനെ പറ്റിയുള്ള ചെറിയ സാക്ഷ്യം പറയുവാൻ, എന്റെ വ്യക്തിപരമായ സാക്ഷ്യം പറയുവാൻ വലിയവനായ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഒന്നിച്ചു കൂടുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടി ഈ ഒരാഴ്ച തന്നതെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന നേരം മുതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. പ്രിയ കർത്തദാസൻ OA മാത്യു പാറ്റ്ന പ്രിയ സഭയിൽ നിന്ന് അവിടുത്തെ വേലയെക്കുറിച്ചും പ്രതികൂലങ്ങൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചെല്ലാം നാം വളരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ഏതെല്ലാം രീതിയിൽ മനുഷ്യരെ കൊണ്ട് സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയ കർത്തദാസൻ പറഞ്ഞ പോലെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം കൂടെയുണ്ട്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ ദൈവം സൂക്ഷിക്കുന്നുള്ള ആ ഒരു വലിയൊരു സന്ദേശമാണ് പ്രിയ കർത്തദാസൻ മൂലം നമുക്കിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. കേരളം വിട്ട്, സ്വന്തം ഭാഷയും സ്വന്തം ജനത്തെയും വിട്ട് വളരെയധികം ദൂരത്ത് ചെന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇനിയും ദൈവത്തിന് വേണ്ടി ധാരാളം കർത്താവിന്റെ വേല ചെയ്യാൻ തക്കവണ്ണം താൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നാം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ കർത്തദാസനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. അതുപോലെ ദാനമായി കൊടുത്ത 2 മക്കളും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാറും പറഞ്ഞ പോലെ ബീഹാറിൽ ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണ്. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന് എതിരായിട്ടില്ലാത്ത ഒരു ഭരണം വരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ബീഹാറിനെ ഓർക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ 2 മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച ജെയിംസ് കൊടുന്തല സഹോദരനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളിയാണ്. കാലൂരുനാഥ മിനിസ്ട്രി ഇത്രത്തോളം അനുഗ്രഹമായിട്ട് നടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവുമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മറക്കുവാൻ പറ്റില്ല. തുടർന്നും ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം എങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ദൈവനം പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സഹോദരൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ശ്രീ കർത്തദാസൻ ജോസഫ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പതിവ് പോലെ കർത്താവേ, കാൽവറിനാഥ മിനിസ്ട്രിയുടെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കിയത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ
കർത്താവ് അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ OM മാത്യു സഹോദരനായിട്ട് സ്തോത്രം. കർത്താവെ, തന്റെ ദാസനെ ദീർഘവർഷങ്ങൾക്ക് മുമ്പേ മലബാറിൽ നിന്ന് കർത്താവെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചു. കർത്താവെ, ആ നാമധേയ ക്രൈസ്തവ ചുറ്റുപാടിൽ നിന്ന് അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷയുടെ കർത്താവെ പങ്കാളിത്തം വഹിക്കുവാൻ നിന്റെ ദാസനെ മുൻ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനേക വൈതരണികളിലൂടെ കർത്താവെ താൻ കടന്നുപോയി. കർത്താവെ, എങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രത്തോളം യഹോവ സഹായിച്ചു, എബനേസർ എന്നല്ലാതെ പറയുവാനായിട്ട് കഴിയുകയില്ല. കർത്താവെ, ഞങ്ങൾ ബീഹാറിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരു പ്രതിച്ഛായയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളതെങ്കിലും സ്വർഗത്തിലെ ദൈവമേ, അവിടെ ഇനിയും കർത്താവെ വയലുകളുണ്ട്. കർത്താവെ, ആത്മാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒരു പോസിറ്റീവായ ഒരു ചിന്ത നിന്റെ ദാസനിലൂടെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തന്നെ തന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദരി, നിന്റെ മകന് കർത്താവെ നല്ല ഒരു അനുഗ്രഹമായിട്ടിരിക്കുന്നു എന്നുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ, മോനെ കുടുംബസ്ഥനായി തീർന്നു, അവനെയും കർത്താവ് അനുഗ്രഹിക്കണം. മോളെ കർത്താവെ ആ രീതിയിലെ ചെറിയ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വഴികളെ തുറക്കണമേ, നല്ല ഭാവി ഒരുക്കണമേ. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, തന്റെ സാക്ഷി ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയായി പത്തനംതിട്ടയിൽ ദൈവവചനം പഠിക്കുവാനും ആ പഠിച്ച വചനം ഇന്നയോളം കൈയാളുവാൻ നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. അനേക ആത്മാക്കളെ കർത്താവെ നേടിയെടുക്കുവാൻ പ്രാതികൂല്യങ്ങളുടെ മധ്യേ കർത്താവ് നിന്റെ ദാസനോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ചില സ്ഥലങ്ങൾ താൻ കർത്താവെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ അവിടെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലസഭയുണ്ട്. താൻ കർത്താവെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അനേകരെ ചലഞ്ച് ചെയ്ത് അവരും വിവിധ സ്ഥലങ്ങളിൽ ഔട്ട് സ്റ്റേഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. അവരെയും കർത്താവ് തൃക്കൺ പാർക്കണമേ. ബീഹാറിൽ പാട്നയിൽ കർത്താവെ അവരെ ജയോത്സവമായിട്ട് കർത്താവ് വഴി നടത്തണമേ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കർത്താവെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ കർത്താവെ ബീഹാറിനെ കുറിച്ചുള്ള ഒരു ഭാരം അടിയനടക്കം കർത്താവെ തരണമേ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എന്നും ആ സംസ്ഥാനത്തെ ഓർത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും കർത്താവെ അവിടെയുള്ള ദൈവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ കർത്താവ് സംരക്ഷിക്കുകയും അവിടുത്തെ തങ്കച്ചിറകടിയുടെ സംരക്ഷണം ഓരോ ദിവസവും അനുഭവിച്ച് മുന്നേറുവാനായിട്ട് കർത്താവ് സഹായിക്കണമേ ഓട് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെ ഇത്രത്തോളം അവിടുന്ന് ക്രമത്തിലാക്കി ഈ കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയെ സ്വർഗം ഇത്രത്തോളം ആദരിച്ചതുകൊണ്ട് സ്തോത്രം. പ്രിയ സന്തോഷ് ബ്രദറിനായി സ്തോത്രം. പ്രിയ റോയ്ച്ചാനായി സ്തോത്രം. കർത്താവെ ഈ കാര്യങ്ങൾക്ക് സമയവും കർത്താവെ അവരുടെ കാര്യങ്ങളൊക്കെ ചെലവഴിക്കുവാൻ കർത്താവ് സംഗതിയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്തു. ഒരിക്കൽ കൂടെ നിന്റെ ദാസനെ അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും സഹവർത്തിത്വവും നാം പ്രാർത്ഥിച്ച വിഷയത്തോടും വിശേഷാൽ ബീഹാറിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ മാത്യുസോനോട് കുടുംബത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.